ഹലോ എവരിവൺ. സോ എൻ്റെ പേരെന്ന് പറയുന്നത് അഹമ്മദ് താഹ ഹുസൈൻ ആണ്. ഞാനിവിടെ X&Y ലേണിങ്ങിൽ UI/UX ഡിസൈനറായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ലേണിങ്, അതായത് ഒരു കോൺസെപ്റ്റ് നമ്മൾ എങ്ങനെ പല രീതിയിൽ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു വേഗ് ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതായത് നമ്മൾ സാധനങ്ങൾ തുടങ്ങുന്നതിലൂടെ നമ്മൾ ക്രിയേറ്റീവായിട്ട് എങ്ങനെ ലേൺ ചെയ്യുക എന്നുള്ള ആസ്പെക്റ്റാണ് നമ്മൾ നോക്കുന്നത്. സോ ക്രിയേറ്റീവായിട്ട് ലേൺ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അതിന് മുമ്പ് ക്രിയേറ്റിവിറ്റീനെ പറ്റി കുറച്ച് ഐഡിയ കിട്ടണം, ശരിയല്ലേ? സോ ക്രിയേറ്റിവിറ്റി ആക്ച്വലി എന്താണ്? നമ്മൾ ഓക്കെ, ഇവൻ ക്രിയേറ്റീവാണ്, ഇവൻ പടം വരയ്ക്കും, ഓക്കെ, ഓ ഇവൻ ക്രിയേറ്റീവാണ്, ഇവനാണെങ്കിൽ പ്ലെയിൻ ഉണ്ടാക്കും, ഓ ഇവൻ ക്രിയേറ്റീവാണ്, അവനത് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ആ ഒരു ആസ്പെക്ട് വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, മുന്നോട്ട് നീങ്ങാം. ഓക്കെ, സോ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റിലും കാണുന്ന പലതരം എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ചുറ്റിലും കാണുന്ന പലതരം എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബ്രെയിനിൽ രജിസ്റ്റർ ആയിട്ട് ലാസ്റ്റ് അതിനനുസരിച്ച് ഓരോ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത് പുതിയൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുക. അതിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആകുക എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഞാൻ വരയ്ക്കുന്നതിലൊക്കെ യൂഷ്വലി ഇച്ചിരി ടൈം എടുക്കും, പക്ഷേ ഡോണ്ട് വറി, നോയോ. സോ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരു സെക്കൻഡ്. ഓക്കെ, ഇതിപ്പോൾ എ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ഓക്കെ, ഈ കുട്ടിയെ പറ്റി പറയുവാണെങ്കിൽ ഇവനാണെങ്കിൽ ഡെയിലി സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാന്ന് വിചാരിച്ചോ. ഓക്കെ, ഭയങ്കര പഠിപ്പിയാണ്, ഇവന് ഭയങ്കര സ്കോറിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാന്ന് വിചാരിച്ചോ. ഇവൻ്റെ പക്ഷേ എൻവയൺമെന്റ് എന്ന് പറയുന്നത് ഒരു ലേണിങ്ങിൻ്റെ എൻവയൺമെന്റ് എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഡെയിലി എന്ത് ചെയ്യുക, ജസ്റ്റ് ബുക്ക് വായിച്ച് മാത്രമേ പഠിക്കുള്ളൂ. ഓക്കെ, ഇവരൊക്കെ കണ്ണാടി വേണം എന്നെ പറഞ്ഞല്ലേ, ഒരു നേർഡ് എന്നുള്ള രീതിയിൽ കാണിക്കാം. ഓക്കെ, അതായത് ഈ നേർഡായിട്ടുള്ള ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവനാണ് കണ്ടമാനം ഇട്ടങ്ങ് പഠിക്കുകയാണ്. അവനാണ് ഒരു റെസ്റ്റും ഇല്ല, എക്സസൈസൊക്കെ വരെ സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവന് കുത്തിയിരുന്ന് പഠിച്ച് വരുന്നത്. ഓക്കെ, അത് ഒരു തരത്തിലെ കുട്ടി. വേറെ തരത്തിലെ കുട്ടി എന്ന് പറഞ്ഞാൽ, സോ ഈ കുട്ടിക്ക് എന്താണ്, ഈ കുട്ടിക്ക് അതിനനുസരിച്ച് റെസ്ട്രിക്ഷൻസും അതും ഇതുമെല്ലാം ഉണ്ട്. വീട്ടുകാരാണെങ്കിൽ ഓക്കെ, നീ ആണെങ്കിൽ ഇത്ര സമയം കഴിഞ്ഞ് TV കാണരുത്, ഇത്ര സമയം കഴിഞ്ഞിട്ട് വെളിയിൽ പോകരുത്, നിനക്ക് പഠിക്കാനുണ്ട്, പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വലിയൊരു പുള്ളിക്കാരനാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചോ. ഇത് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഈ കുട്ടിയുടെ പേര് നമുക്ക് എ എന്ന് വെക്കാം. ഓക്കെ, രണ്ടാമതൊരു കുട്ടിയുണ്ടെന്ന് വിചാരിച്ചോ. ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുസൃതിയുള്ള കുട്ടിയാട്ടോ. ഓക്കെ, ഭയങ്കര കുസൃതിയുള്ള കുട്ടിയും ഇവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, നല്ലോണം വെളിയിലൊക്കെ കളിച്ച് വളർന്ന് അതിനനുസരിച്ച് ഗെയിമൊക്കെ കളിക്കുകയും ഇതും എല്ലാം ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചു. സോ ഈ കുട്ടിക്ക് നമ്മൾ B എന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇതിൽ A എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, B എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. രണ്ടുപേരുടെ എക്സ്പീരിയൻസും എൻവയൺമെന്റും നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒന്നാണെങ്കിൽ ഭയങ്കര കൺട്രോൾഡ്, മറ്റേതാണെങ്കിൽ എന്താണ്, ഇവൻ്റെ അടുത്താണെങ്കിൽ ഓക്കെ നീ അത് ചെയ്തോ ഇത് ചെയ്തോ എന്നുള്ള രീതിയിൽ അവന് പലതരം സാധനങ്ങൾ എക്സ്പീരിയൻസുകളൊക്കെ ചെയ്യാൻ പറ്റി. അതായത് ഇവനാണെങ്കിൽ ഇവനിടയ്ക്ക് കുറേ ഫുട്ബോളൊക്കെ ഒറ്റയ്ക്കൊക്കെ ചിലപ്പോൾ കളിക്കാനൊക്കെ പോകാറുണ്ട്. ഇവനാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ വെളിയിലൊക്കെ കറങ്ങാറുണ്ട്. ചിലപ്പോൾ അവനാണെങ്കിൽ ബോറടിക്കുമ്പോൾ അവൻ വരയ്ക്കാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആര്? B. A ആണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. A ആണെങ്കിൽ ഭയങ്കര ഒറ്റ ഗോളിൽ തന്നെ മാത്രം നോക്കിക്കൊണ്ട് ബാക്കിയുള്ളതിന് ഒരു റെസ്റ്റും ചെയ്യാതെ എന്ത് ചെയ്യാണ്, പഠിക്കുക എന്ന് വിചാരിച്ചു. സോ നമ്മൾ ഈ രണ്ട് കുട്ടിയുടെ പറ്റിയുള്ള അനലൈസ് ചെയ്യുവാണെങ്കിൽ
നമ്മളിപ്പോൾ ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ രണ്ട് ഫ്രണ്ട്സ് എന്ത് ചെയ്തു, ഒരു ദിവസം ഇവരാണേൽ ഒരു എന്തോ ഒരു സാഹചര്യത്താൽ ഇവർ ദൂരെ യാത്ര ചെയ്യുമായിരുന്നു. ഓക്കെ, ഇവർക്കാണേലും ഇവർ എന്തോ ഭാഗ്യം കൊണ്ട് എന്ത് ചെയ്തു, ഇവൻ്റെ എൻ്റെ അമ്മയാണ് പറഞ്ഞു ഓക്കെ ഒരു ദിവസം സ്കൂൾ ട്രിപ്പിൽ പൊക്കോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ രണ്ടുപേരും എന്തോ സാഹചര്യത്താൽ ഒന്നിച്ച് സ്കൂൾ ട്രിപ്പിൽ പോയപ്പോൾ ഇവരാണ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷനിലെത്തി. അതായത് ഇവരാണേലും ഇവരറിയാതെ ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് ലോസ്റ്റ് ആയെന്ന് വിചാരിച്ചോ. ലാസ്റ്റ് ഇവർ എത്തിപ്പെടുന്നതിൽ ഒരു റിവർ ക്രോസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് വിചാരിച്ചോ. ഓക്കെ, സോ ഞാനിപ്പോൾ ഒരു റിവർ വരയ്ക്കാണ്, മറ്റൊരു സെക്കൻഡ്. ഒരു റിവറിലെത്തി. ഓക്കെ, റിവറിലെത്തി ഇതൊക്കെ ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, മലയൊക്കെ ഉണ്ട്. എനിവേ, റിവറിലെത്തുമ്പോൾ ഇവർക്ക് ക്രോസ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള എന്തില്ല, ലൈക്ക് അവർക്ക് ക്രോസ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. ഓക്കെ, സോ ഇവർ സൈസ് വെച്ച് വരുമ്പോൾ ഒരു ഏകദേശം ഇതാന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് മറ്റേ ഫ്രീക്കൻ കുട്ടി കേട്ടോ. ഇതൊരു കുട്ടി. പിന്നെ മറ്റേ കുട്ടി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവനാണ് എന്തോ സാഹചര്യം കൊണ്ട് സ്കൂൾ ബാഗ് ഇട്ടുകൊണ്ടാണ് ട്രിപ്പിനൊക്കെ പോകുന്നത്. എനിവേ, ഓക്കെ, സോ ഈ കുട്ടിയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് പിള്ളേരും വെയിറ്റ് ചെയ്യാണ്. സോ ഈ രണ്ട് പിള്ളേർ ഒരു പ്രോബ്ലം കണ്ടു. ഈ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവർക്കാണ് ഈ റിവർ ക്രോസ് ചെയ്യണം. റിവർ എത്ര ആഴം ഉണ്ടെന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഈ ആഞ്ഞു പഠിച്ച കുട്ടി, അതായത് ഈ ഓരോ ഇക്വേഷൻ ഇങ്ങനെ പഠിച്ച് വന്ന കുട്ടി, ഓക്കെ, ഇങ്ങനെ പഠിച്ച് വന്നേക്കുന്ന കുട്ടിക്കാണെങ്കിൽ മാക്സിമം കിട്ടാൻ പോകുന്ന ഇൻഫർമേഷൻ അത് ഓക്കെ, മാക്സിമം ആയിട്ട് അവർ ആലോചിക്കാൻ പോകുന്നത്, ഓ ഞാൻ ഇതെൻ്റെ ബുക്കിൽ പഠിച്ചിട്ടുണ്ടല്ലോ, എന്ത് ക്രോസ് ചെയ്യണമെങ്കിൽ ബോട്ട് വേണം. ഓക്കെ, റിവർ യൂസ് ചെയ്യുന്ന റിവറിൽ ഓടിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ എന്താണ്, ബോട്ടാണ്. പക്ഷെ ചുറ്റിൽ ബോട്ടുണ്ടോ, ഇല്ല. ഇപ്പോൾ അതൊന്നും ഇല്ല. സോ ബുക്ക് മാത്രം പഠിച്ച് വളർന്ന് ഈ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പ്രോബ്ലം കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ പറ്റണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം എന്താ, കാരണം ഇവനാകെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ബുക്കിലാണ്. ഓക്കെ, സോ ഈ ബുക്കിൽ നിന്ന് ഇപ്പോൾ പഠിച്ചു വളർന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഞാനൊരു സിമ്പിൾ എക്സാജറേറ്റഡ് എക്സാമ്പിൾ പറയുവാണ്. ഈ റിവർ ക്രോസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം, ഈ ക്രോസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അവൻ അറിയില്ല. സോ ഈ ഒരു കുട്ടി എന്തായിരിക്കും ചെയ്യുക, ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യത്താൽ അവർ പ്രോബ്ലംസ് എങ്ങനെ ഇവേഡ് ചെയ്യുന്നുള്ള രീതിയിലേ അവർ നോക്കുള്ളൂ. പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഐഡിയ കിട്ടില്ല. പക്ഷെ എന്നാ ഈ രണ്ടാമത്തെ കുട്ടി വെച്ചോ, ഓക്കെ, നമ്മുടെ എന്റെ കുട്ടി എന്താ, എന്റെ കുട്ടിക്ക് ഐഡിയാസ് ഉണ്ട്, ശരിയാണ്. അവന് ഈ ബി എന്ന് പറയുന്ന കുട്ടീനോട് പറയുന്നുണ്ട്, എടാ അതായത് നമുക്കൊരു ബ്രിഡ്ജ് വേണം, അല്ലെങ്കിൽ ഒരു വള്ളം വേണം, നമുക്ക് ആ ബ്രിഡ്ജ് അല്ലെങ്കിൽ വള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുകയല്ലാതെ അവന് ബാക്കി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവനറിയാം എന്ത്, ഓ ക്രോസ് ചെയ്യാൻ വേണ്ടി ബ്രിഡ്ജ് വേണം, ക്രോസ് ചെയ്യാൻ വേണ്ടി ബോട്ട് വേണം. പക്ഷെ കാര്യമില്ല, ആ ഇൻഫർമേഷൻ കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല, അത് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. ഓക്കെ, അപ്പോഴാണ് ഈ ബി എന്ന് പറയുന്ന കുട്ടി, ഓക്കെ, ഈ ബി എന്ന് പറയുന്ന കുട്ടി എന്താണെന്ന് വെച്ചാൽ, ഈ ബി എന്ന് പറയുന്ന കുട്ടി ചുറ്റിനും നോക്കി. ഓക്കെ, ചുറ്റിനും നോക്കിയപ്പോൾ എന്ത് ചെയ്തു, ഇവനാണേൽ ഒരു കുറേ നീണ്ട വടികൾ കണ്ടു. ഓക്കെ, നീണ്ട വടികൾ കണ്ടു. അപ്പോൾ ഇവനാണേൽ എന്ത് ചെയ്തു, ഇവനാണേൽ ഓ വെയിറ്റ്, എനിക്ക് ഓർമ്മയുണ്ട്, എന്ത്, എൻ്റെ ഒരു ബന്ധു, ഫോർ എക്സാമ്പിൾ എൻ്റെ ഫാദറാണ് എന്ത് ചെയ്തു, എൻ്റെ ഫാദറാണേൽ ഒരു വടിക്ക് ബലമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, കൂട്ടി എന്ത് ചെയ്തു, വടികൾ കൂട്ടി കെട്ടി വെക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഞാനിത് നല്ല എക്സാജറേറ്റ് ചെയ്ത് പറയാൻ കാരണം ഒന്നുമില്ല,
ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഈ വടി എന്ന് പറയുന്ന സാധനം നല്ല വീക്കായിട്ടുള്ള സാധനം എന്ത് ചെയ്തു, അത് ആഞ്ഞി കെട്ടി വെച്ചപ്പോഴാണ് എന്തായത്, അത് ബലമുള്ള സാധനമായി മാറിയത് എന്നുള്ള കാര്യം ഈ ബി എന്ന് പറയുന്ന കുട്ടിക്ക് എന്തായി മനസ്സിലായി. അതായത് എൻ്റെ ഫാദർ എന്ത് ചെയ്യുന്നുണ്ട്, ഫാദർ ഇതുപോലെ വടി കെട്ടിയപ്പോഴാണ് എന്ത് ചെയ്ത് ബലമായത്. സോ ആ ഒരു ലോജിക്കും ഈ ഒരു ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, നമുക്ക് ബലമുള്ളൊരു വടി ഉണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് അത് നടുക്കിക്കൂടെ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ക്രോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിലൂടെ എന്ത് ചെയ്തു, ഈ കുട്ടിയാണ് ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു, ഈ വടികളെല്ലാം കളക്ട് ചെയ്ത് ഇനി ഒട്ടിക്കണോ, ഇനി ടേപ്പ് ചെയ്യണേ എന്ത് ചെയ്യും, ആലോചിക്കുക. അപ്പോഴാണ് ടേപ്പ് ചെയ്യണേ എന്തെങ്കിലും ഒരു കെട്ടാനുള്ള എന്തെങ്കിലും സാധനം മതിയല്ലോ. അപ്പോഴാണ് അവന് ഓർമ്മ വന്നത്, ഓക്കെ ഞാൻ എന്തോ സാഹചര്യത്താലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പണ്ട് എൻ്റെ ഷൂവിൽ നിന്ന് ലേസൊക്കെ എനിക്ക് ഊരാൻ പറ്റിയിട്ടുണ്ടല്ലോ. ഷൂവിൽ നിന്ന് ലേസ് ഊരുമ്പോൾ വള്ളിയാണ് വരുന്നത്. ഓക്കെ, സോ ആ ഒരു ലോജിക്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഷൂ ഉണ്ടെങ്കിൽ ഷൂവിൻ്റെ ലേസ് അവൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ മറ്റേ കുട്ടികളുടെ ബാഗ് ഉണ്ട്, അപ്പോൾ ആ ബാഗിൻ്റെ വള്ളി വെച്ച് എന്ത് ചെയ്യും, ഈ വടികളൊക്കെ കെട്ടി നല്ല ബലമുള്ള സാധനമായിട്ടാക്കിയിട്ട് എന്ത് ചെയ്യും, ഇവന്മാര് ഒരു നടുക്ക് കൂടെ ഒരു സെറ്റ് വടികളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ബലമുള്ള സാധനമാക്കി കെട്ടി ഇവർക്കാണ് ക്രോസ് ചെയ്യാൻ പറ്റും. സോ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു സെറ്റ് എക്സ്പീരിയൻസുകൾ, നമ്മൾ പഴയ ചെയ്ത എക്സ്പീരിയൻസുകൾ വെച്ച് എന്ത് ചെയ്യാൻ പറ്റണം, പ്രോബ്ലം വരുമ്പോൾ പുതിയൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുക, ഇന്നോവേറ്റ് ചെയ്യുന്ന ഒരു കേപ്പബിലിറ്റി, അതിനാണ് എന്ത് പറയുന്നത്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ ക്രിയേറ്റിവിറ്റി കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസുകൾ കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് ക്രിയേറ്റീവ് ആകാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു കുട്ടി അടച്ചിരുന്ന് അവന് ബുക്ക് മാത്രം നോക്കി പഠിച്ചാൽ അവന് ആ ഒരു സൊല്യൂഷൻ കിട്ടുമോ? ഇല്ല, ആ ഒരു സൊല്യൂഷൻ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, സോ പക്ഷെ ഈ കുട്ടി ഓരോരോ ചെറിയ എക്സ്പീരിയൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവന് ഈ ഇൻഫർമേഷനുകളൊക്കെ കുറേ കിട്ടുന്നത്. ഓക്കെ, സോ ഇതിലുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്, പിള്ളേരെ നിങ്ങൾ ബുക്കിൽ മാത്രം ഇരുന്ന് പഠിച്ചിട്ടും കാര്യമില്ല. ഓക്കെ, ബുക്കിൽ പഠിക്കണം, യെസ് ഓബ്വിയസ്ലി നോളജ് വേണം. കാരണം ഈ എന്ന് പറയുന്ന കുട്ടി നോളജ് പറയാതെ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ ഇവന് ആ ഒരു നോളജ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലായിരുന്നു കാണും. ഓക്കെ, പക്ഷെ ഈ നോളേജ് സീക്ക് ചെയ്യുന്ന ബുക്കിലൂടെ മാത്രമല്ല, പലതരം എക്സ്പീരിയൻസുകൾ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് ഓരോരോ എലമെന്റ് നമുക്ക് പഠിക്കാൻ പറ്റുക. എന്നാലേ കറക്റ്റ് ലേണിങ് വരുള്ളൂ, എന്നാലേ നമുക്ക് കറക്റ്റ് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ആസ്പെക്റ്റ് വരുള്ളൂ. ശരിയല്ലേ? അതായത് സോ എന്ത് ചെയ്യുക, പരമാവധി ലൈക്ക് ഒരു ഹെൽത്തി ബാലൻസ് വേണം. നോളേജ് അക്വയർ ചെയ്യുക, അതായത് പഠിക്കുക എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ്, പിന്നെ അതിലൂടെ കളിക്കുക എന്ന് പറയുന്ന വേറൊരു ആസ്പെക്റ്റ്. കളി ഒരു തരം പഠനം തന്നെയാണ്, അതൊരു ഓരോ എക്സ്പീരിയൻസുകളാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെളിയിലിറങ്ങുക, ഇടയ്ക്കിടയ്ക്ക് വേറെ നമ്മൾ വേണ്ടാന്ന് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞ് യെസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ വേറെ പാറ്റേൺസ് ഒക്കെ കിട്ടുക. ആ പാറ്റേൺസ് കിട്ടുന്നതിലൂടെ നമ്മൾ ഓരോ ടോപ്പിക്കിനും ഓരോരോ കണക്ഷനാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിന് ഒരു ടോപ്പിക് എങ്ങനെ ലേൺ ചെയ്യും എന്നുള്ള കാര്യം കൂടെ കാണിച്ചു തന്നിട്ട് നമുക്കിത് പയ്യെ വൈൻഡപ്പ് ആക്കാം. സോ നമ്മളിനി ഈ ഒരു എക്സാമ്പിളിൽ വരുമ്പോൾ, ഓക്കെ, നമ്മൾ ഈ എക്സാമ്പിളിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളാണെങ്കിൽ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യാം. നമുക്ക് സ്കൂളിൻ്റെ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഒരു സ്കൂളിൽ ഒരു ടോപ്പിക് എടുക്കാമെന്ന് വിചാരിച്ചോ. നമ്മളിപ്പോൾ സയൻസിലെ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്, അല്ലെങ്കിൽ മോഷൻ്റെ ടോപ്പിക് എടുക്കുക, അതായിരിക്കും നല്ലത്. സോ നമ്മളിപ്പോൾ സ്കൂളിലെ ഒരു മോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുകയെന്ന് വിചാരിച്ചോ. ഓക്കെ, മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ എന്തുണ്ട്, നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുന്ന ലോ ഉണ്ട്. ഓക്കെ, ചെറിയ പിള്ളേരാണെങ്കിൽ ജസ്റ്റ് ഒന്ന്
കേട്ട അവർ ന്യൂട്ടൺസ് തേർഡ് ലോ കേട്ടോ, തേർഡ് ലോ ചെറിയ പിള്ളേരൊക്കെ കാണുമ്പോൾ മനസ്സിലാവും കുറേ പേർക്ക്. സോ ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ എവറി ആക്ഷൻ there's an equal and opposite reaction. ശരിയല്ലേ? ഇൻ എവറി ആക്ഷൻ there is an equal and opposite reaction. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ എടുക്കാമെന്ന് വിചാരിച്ചോ. ഇത് ടീച്ചറാണെങ്കിൽ വന്നിട്ട് ഓടിപ്പോയി ബോർഡിൽ എഴുതിയിട്ട് പറയുക, സോ പിള്ളേരെ ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇൻ എവറി റിയാക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. മനസ്സിലായോ? മനസ്സിലായി എന്ന് പിള്ളേർ പറയും. ശരിക്കും മനസ്സിലായിട്ടൊന്നുമില്ല. ഇത് ഫസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ, സോ ഈ ഫസ്റ്റ് ലെവൽ ഓഫ് ലേണിങ്ങിനെ മനപ്പാടമെന്നായിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ കുറേ പേര് കൺസിഡർ ചെയ്യുക. മെമ്മറി ഉള്ള ലേണിംഗ്. ഓക്കെ, അതെന്ത് ചെയ്യുക, നമ്മൾ കിട്ടുന്ന സാധനം മെമ്മറിയിൽ തലയിൽ കയറ്റുക, ഒന്ന് പെട്ടെന്ന് തലയിൽ കയറ്റണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മളതങ്ങ് വിഴുങ്ങുന്നു. ഓക്കെ, സോ നമ്മളാണെങ്കിൽ ഇത് കണ്ടിട്ട് ഓക്കെ ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുന്നത് ഇൻ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ചിലവരാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക, ഓരോന്നിങ്ങനെ പഠിക്കുന്നത്. കാരണം തലയിൽ കയറണ്ടേ, ഇത് എക്സാമിൻ്റെ തലേന്നാകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥന പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, സോ അത് ഫസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ്. ഈ ഫസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നിങ്ങളിത് വിഴുങ്ങിയെന്നല്ലാതെ ഇത് ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് മാഞ്ഞു. ശരിയല്ലേ? അതായത് പ്രോപ്പറായിട്ട് എന്തില്ല, പ്രോപ്പറായിട്ടുള്ള ഒരു സിനാരി എന്തില്ല, ഇതിനകത്തൊന്നും വരുന്നൊന്നുമില്ല. നിങ്ങൾ ചുമ്മാതെ മനപ്പാടമായി പഠിച്ചത് കൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നു, നിങ്ങളാണെങ്കിൽ എക്സാം പേപ്പറിൽ എന്തൊക്കെയോ എഴുതി സമ്മതിച്ചു, പക്ഷേ അത് വെച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഗുണം ഉണ്ടായിട്ടില്ല. ഓക്കെ, സോ ആ ഒരു രീതി നോക്കുവാണെങ്കിൽ അത് മെമ്മറിയിൽ, അത് ബ്രെയിനിലാണെങ്കിൽ കുറേ കാലം നിൽക്കത്തുമില്ല. സോ ആ ഒരു ലേണിങ് കുറേ പേര് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് അപ്ഗ്രേഡ് ആവണം. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് എന്ന് പറയുന്ന സാധനം, ഓക്കെ, നമ്മൾ ഒരു ടോപ്പിക് കിട്ടുമ്പോൾ നമ്മുടെ പെട്ടെന്നുള്ള ഐഡിയ എന്താണ്? ഓക്കെ, ഇത് വൃത്തിയായിട്ട് വരയ്ക്കുക, ഇത് വൃത്തിയായിട്ട് ഷോർട്ട് നോട്ട്സ് എടുക്കുക, വൃത്തിയായിട്ട് കളറും ചെയ്ത് ഹൈലൈറ്റും ഒക്കെ ചെയ്യുക. ഓക്കെ, സോ നമ്മളാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ സിമ്പിളാക്കി ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ട് കാണിച്ചു തരുവാണെങ്കിൽ in every action there is an equal and opposite reaction എന്ന് പറഞ്ഞ് നമ്മളിത് എഴുതുമെന്ന് വിചാരിച്ചോ. ഓക്കെ, നമ്മൾ ഈ രീതിയിൽ എഴുതി നമ്മളാണെങ്കിലും ഓക്കെ, നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, നമ്മൾ ഇത് മെമ്മറിയിൽ വേറെ രീതിയിൽ കയറി, ഇത് മെമ്മറിയിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓരോരോ ടെക്നിക്കുകളാണ്. ഓക്കെ, സോ ഇതിന് മെമ്മറിയുടെ മെത്തേഡ് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ എൻഹാൻസ് ചെയ്യാണ്, മെമ്മറി എൻഹാൻസ്ഡ്. ഓക്കെ, ന്യൂട്ടൺസ് തേർഡ് ലോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറെ കളറിലും ഒക്കെ എഴുതാം. ഓക്കെ, ന്യൂട്ടൺസ് തേർഡ് ലോ. ഓക്കെ, തേർഡ് ലോ ഇങ്ങനെ എഴുതാമെന്ന് വിചാരിച്ചത് ഞാൻ റഫായിട്ട് എഴുതാണ്. ഓക്കെ, സോ ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡിൽ എഴുതി, ഇൻ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാമെന്ന് വിചാരിച്ചോ. ഇതിപ്പോൾ പഠിക്കാൻ ഇച്ചിരി കൂടെ ബെറ്ററായി, കാരണം നമ്മൾ മെമ്മറി കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിത് പഠിക്കുന്നത്. കാരണം ആക്ഷൻ ചെയ്യുന്നതിലൂടെ ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള റിയാക്ഷൻ കിട്ടും എന്നുള്ള ഒരു ആ ഒരു പാറ്റേൺ അല്ല, ആ ഒരു കീ വേർഡ്സിലിട്ട് നമ്മൾ ഹുക്ക് ചെയ്തു, നമ്മൾ മനഃപൂർവ്വം അത് വെച്ചതാണ്. ബാക്കിയെല്ലാം ഭയങ്കര അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളല്ല, ഇമ്പോർട്ടൻസ് ഇച്ചിരി കൂടെ കുറഞ്ഞ എലമെന്റ്സ് ആണ്. ശരിയല്ലേ? സോ അത് നോക്കുമ്പോൾ എന്താണ്, മെമ്മറി എൻഹാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് തലയിൽ കയറുക. ഇത് കുറച്ച് കാലം കൂടെ നിൽക്കും, പക്ഷെ ഇത് കുറച്ച് കാലം കൂടെ നിന്നിട്ട് അതും ഇതുപോലെ മെമ്മറി ചുമ്മാ അത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ. ഈ ബ്രെയിനിന് യാതൊരു കണക്ഷനും ഇല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അത് വെക്കുന്നു? അത് വെക്കൂല, അത് നമ്മൾ പെട്ടെന്ന് മറക്കുകയും ചെയ്യും. അതാണ് സെക്കൻഡ് ടൈപ്പുള്ള ലേണിങ്. പക്ഷെ ഇതിന് നല്ലൊരു ജമ്പായിട്ട്
ഒരു തേർഡ് ടൈപ്പ് ലേണിംഗ് ഉണ്ട്. തേർഡ് ടൈപ്പ് ലേണിംഗ് എന്ന് പറയുന്നതാണ് എന്ത് ക്വസ്റ്റ്യൻ ബേസ്ഡ് ലേണിംഗ്. ക്വസ്റ്റ്യൻ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്വസ്റ്റ്യൻ ബേസ്ഡ് ലേണിങ്ങിൽ പിള്ളേർ ഓടിപ്പോയി ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ അതിൻ്റെതായ ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ക്രിയേറ്റീവാണ്. ഇത് ക്രിയേറ്റിവിറ്റിയുടെ പല ലെവലുകളാണ്. ഓക്കെ, ഫസ്റ്റ് മെമ്മറി, യാതൊരു ക്രിയേറ്റിവിറ്റി ഒന്നും നമ്മൾ യൂസ് ചെയ്തില്ല. ബ്രെയിന് ശ്രമിച്ചിട്ടില്ല എന്ത് പുതിയ പാറ്റേൺ ഉണ്ടാക്കി വെക്കുക എന്നുള്ള കാര്യം. ഓക്കെ, ബ്രെയിൻ ആകെ എടുക്കുന്നത് അങ്ങ് വിഴുങ്ങുക എന്നുള്ള മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഫസ്റ്റിൽ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് എന്ന് പറയുന്നത് ബ്രെയിൻ ഇച്ചിരി ഒന്ന് വർക്ക് ചെയ്തു, ഇച്ചിരി ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത്. അതായത് ഇതൊക്കെ കുറച്ച് കളറാക്കിയിട്ട് ചില സാധനങ്ങൾ ബോൾഡാക്കി, അല്ലെങ്കിൽ ചില സാധനങ്ങളുടെ കളറൊക്കെ മാറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ പഠിക്കാൻ ഇച്ചിരി കൂടെ എളുപ്പമാണ്. ഓക്കെ, അത് സെക്കൻഡ് ലെവല്. ഈ സെക്കൻഡ് ലെവലിൽ തന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ വരും. അതായത് നിങ്ങൾ ഫ്ലാഷ് കാർഡ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ അനുസരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഫ്ലാഷ് കാർഡ്സ് നമ്മൾ നോട്ട്സൊക്കെ ചെറിയ നോട്ട്സ് ആക്കിയിട്ട് അതിനനുസരിച്ച് ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഇന്നൊരു കോൺസെപ്റ്റാണ്, ഇതെന്ന് പറയുന്നത് ഇന്നൊരു കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞ് കാണാതെ പഠിക്കുക. ഇതും കാണാതെ പഠിത്തം തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളാണെങ്കിൽ ഇച്ചിരി കൂടി ചുരുക്കും. മെമ്മറൈസ് ചെയ്യാനുള്ള കുറച്ച് എലമെന്റ്സ് കുറച്ചും കൂടി ചുരുക്കും. അതാണ് സെക്കൻഡിൽ വരുന്നത്. തേർഡിൽ വരുമ്പോൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യൻ എപ്പോഴും ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. കാരണം ഇത് ക്രിയേറ്റിവിറ്റി, ഫസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഒന്നുമില്ല, സെക്കൻഡ് എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ ഉള്ളൂ. തേർഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വന്നു ക്വസ്റ്റ്യൻസ്. അതായത് സാറേ ന്യൂട്ടൺസ് തേർഡ് ലോ എന്താ സാറേ? തമാശയ്ക്ക് പറയുന്നതായിരിക്കും പിള്ളേർ, പക്ഷെ അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ഡം ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എൻകറേജ്ഡ് ആണ്, കാരണം അതിൽ നിന്ന് കുറേ കണക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ ഓക്കെ, ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ തോക്കിൻ്റെ ഒരു എക്സാമ്പിൾ, ക്ലാസിക് എക്സാമ്പിളാണ്. എനിക്ക് വേറെ എക്സാമ്പിൾ ഒന്നും തലയിൽ വരുന്നില്ല, ഇപ്പോൾ ഞാൻ പയ്യെ കൊണ്ടുവരും. തോക്കിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് ഓക്കെ മോനെ, ഈ കാർട്ടൂണിലൊക്കെ തോക്ക് കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ സിനിമയിലൊക്കെ തോക്ക് കണ്ടിട്ടില്ലേ? തോക്ക് എടുക്കുന്നു, വെടിവെക്കുന്നു. ബുള്ളറ്റ് ചുമ്മാ വെളിയിൽ ഇറങ്ങുമില്ല. ബുള്ളറ്റ് എത്ര ഫോഴ്സ് കൊടുക്കുന്നു അതേ ഫോഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിലോട്ടും പുഷ് ആവുന്നുണ്ട്. ഓക്കെ, ബാക്കിലോട്ട് പുഷ് ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, തോക്ക് റീകോയിൽ ആവുന്നത്. ശരിയല്ലേ? അതായത് ബുള്ളറ്റ് ഫ്രണ്ടിലോട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തോക്ക് ഇച്ചിരി ബാക്കിലോട്ട് നീങ്ങും. അപ്പോഴാണ് ഓക്കെ, സോ ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്ത് അതിനനുസരിച്ച് ബാക്കിലോട്ട് വരുമെന്നല്ലേ? ആ ഒരു പാറ്റേൺ കിട്ടി. നമ്മളിപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഇതിൻ്റെ കൂടെ ഡെപ്ത് ആഡ് ചെയ്തു, നമ്മൾ കുറച്ചും കൂടെ ലെയർ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? അതാണ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ലേണിംഗ്. ക്വസ്റ്റ്യൻ ബേസ്ഡ് ലേണിങ്ങിൽ നല്ല ക്രിയേറ്റീവ് എലമെന്റ് ഇതിനകത്ത് വരുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, ചോദ്യം ചോദിച്ച് വൈ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, എപ്പോഴും പഠിക്കുക. ഈ ഒരു തേർഡ് ലെവലിലൂടെ നിങ്ങൾക്ക് കുറേ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ലോജിക്കലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് എക്സാമ്പിൾ പറയുകയാണ്, ഓക്കെ, സോ വെൻ എ ബുള്ളറ്റ് ഷൂട്ട്സ് വൈ ഡസ് എ ഗൺ ഗോ ബാക്ക്വേർഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ന്യൂട്ടൺസ് ലോ. അത് ലോജിക്കലി നമ്മൾ പറയുകയാണ്, അല്ല നമ്മൾ കാണാതെ അല്ല. നമ്മളാണ് എന്ത് ചെയ്യുക, നമ്മൾ ലോജിക്കലി പറയാണ്, ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുന്നത് ഇന്നതാണ്. എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സോ വെൻ എ ഫോഴ്സ് ജനറേറ്റ്സ് there is an opposite force there is a force generating in the opposite direction എന്ന് പറഞ്ഞാൽ നമ്മൾ ലോജിക്കലി പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അതിൽ രണ്ട് തരം വ്യത്യാസമുണ്ട്. ഓക്കെ, അത് ക്വസ്റ്റ്യൻസ് ആഞ്ഞാഞ്ഞ് ചോദിച്ച്, അത് പൊട്ട ക്വസ്റ്റ്യൻ ആയാലും കുഴപ്പമില്ല, നമ്മൾ എത്രത്തോളം കണക്ഷൻസ് ഉണ്ടാക്കുന്നോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ കോൺസെപ്റ്റ് ക്ലിയറായി കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനിയും വേറൊരു ലെവലും കൂടെ ഉണ്ട്. ഓക്കെ, ആ ലെവൽ എന്ന് പറയുന്നത് പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ പുതിയ എലമെന്റ്സ് കൊണ്ടുവരാമെന്നാണ്. അത് ക്രിയേറ്റിവിറ്റിയുടെ പീക്കാണ്. ഓക്കെ, ക്രിയേറ്റിവിറ്റിയുടെ പീക്ക് എന്ന് പറയുമ്പോൾ അതായത് നിനക്ക് ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നിനക്ക് ഈ നോളജ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് നിനക്ക് ലോജിക്കലി തലയിൽ കിട്ടി. ഓക്കെ, ഈ ലോജിക്കിനെ എങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും, മനസ്സിലായോ? അതായത്
ഒരു പ്രോബ്ലം, ഇതിപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ പ്രോബ്ലം സിമ്പിൾ എക്സാമ്പിളായിട്ട് പറഞ്ഞല്ലോ. ഈ കുട്ടിയുടെ പ്രോബ്ലത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പാലം എടുത്തു. പാല് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓരോരോ എലമെൻറ്റ്സ് എടുത്തിട്ട് എന്ത് ചെയ്ത് നമ്മൾ പുതിയതായിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കി, പുതിയതായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കി. ഓക്കെ, ആ കണക്ഷൻ ഉണ്ടാക്കിയപ്പോൾ എന്തായി? അതിൻ്റെ അർത്ഥം നീ ആ കോൺസെപ്റ്റ് വൃത്തിയായിട്ട് പഠിച്ചതിനനുസരിച്ച് നിനക്ക് ഇനിയും ലേണിംഗ് ഉണ്ടാകാവുന്നതാണ്. ഓക്കെ, സോ അതിനാണ് ലെറ്റ്സ് ജസ്റ്റ് സേ ഇറ്റ്സ് ക്രിയേറ്റീവ് ലേണിംഗ് എന്നുള്ള രീതിയിലാക്കാം. ക്രിയേറ്റീവ് ലേണിംഗ് എന്നൊക്കെ എഴുതാം. ക്രിയേറ്റീവ് ലേണിംഗ്. ഓക്കെ, സോ ക്രിയേറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പല എക്സ്പീരിയൻസുകളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് മിക്സ് ആക്കിയിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. അപ്പോൾ ഈ ന്യൂട്ടൺസ് തോട്ടിൽ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ചുമ്മാ മനപ്പാഠം പഠിക്കുകയല്ല, നമ്മൾ ചോദ്യം ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ നമ്മൾ എക്സ്പീരിയൻസുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഞാൻ കാർട്ടൂണിൽ സിനിമയിൽ കണ്ടിട്ടുണ്ട്, തോക്ക് വെടിവെക്കുമ്പോൾ അത് ബാക്കിലോട്ട് വരും. ചിലപ്പോൾ നിങ്ങൾക്കൊരു പോലീസുകാരനായ ഒരു മാമനൊക്കെ ഉണ്ടായിരിക്കും, അയാളുണ്ടോ, എനിക്കൊരു മാമനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അയാൾ ചിലപ്പോൾ തോക്ക് ചുമ്മാതെ കയ്യിലൊക്കെ തന്നിട്ടുണ്ടാകാം. അപ്പോൾ ആ തോക്ക് അല്ലെ നിങ്ങളുടെ കളിത്തോക്ക് ആയിക്കോട്ടെ, കളിത്തോക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കിലോട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കളിയാണ്. ഇത് കളിയിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയത്. നോക്കൂ, ഇതെങ്ങനെ ആണ് നിങ്ങൾക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ പഠിക്കാൻ വേണ്ടി സഹായിച്ചത്. ഒരു കളിത്തോക്കാണ് നിങ്ങൾക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ പഠിക്കാൻ വേണ്ടി സഹായിച്ചതെന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന കാര്യമല്ലേ? പക്ഷേ ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ റീസൺസ് ഉണ്ട്. പലതരം എക്സ്പീരിയൻസുകൾ പല രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ച് ഇൻ്റലിജൻസ് കൂടുകയും ലേണിങ്ങിനുള്ള ഒരു ഇഷ്ടം കൂടെ തോന്നുകയും ചെയ്യുക. ലേണിങ്ങിന് ഇഷ്ടം ഉണ്ടായതിനനുസരിച്ച് നമുക്ക് ഓരോരോ പ്രോബ്ലംസ് വരുമ്പോൾ അതിനനുസരിച്ച് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കും. കാരണം ലൈഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ മാത്രമല്ലല്ലോ, നമുക്ക് അതിനപ്പുറം ഇനിയും ഉണ്ട്. സോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിന് സോൾവ് ചെയ്യാൻ പറ്റണമെങ്കിൽ പലതരം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതിലൂടെയാണ് ഒരാളുടെ ഒരു സക്സസ് എന്ന് പറയാൻ പറ്റുക. അതായത് നമ്മളിപ്പോൾ വാഗബോണ്ട് വാലി എന്ന് പറയുന്ന ഒരു ഇവന്റ് നടത്തിയായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ചെക്ക് ചെയ്യാം. അപ്പോൾ ആ വാഗബോണ്ട് വാലിയിൽ നമ്മൾ എന്താ ഫോക്കസ് ചെയ്തത്? നമ്മൾ പഠിത്തം ഒന്നും ഫോക്കസ് ചെയ്തില്ല. നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തത് മാർഷൽ ആർട്സ്, പിന്നെ ട്രെക്കിങ്. ഇതൊക്കെ പഠിത്തമായിട്ട് എന്ത് ബന്ധം എന്ന് നിങ്ങൾക്ക് ചോദിക്കാം, ശരിയാണ്. പക്ഷെ അത് ഇൻഡയറക്ട്ലി ആണ് ഓരോന്നോരോന്നായി ഓരോ എലമെന്റ്സിനും പഠിക്കാൻ വേണ്ടി സഹായിക്കാൻ വരുന്നത്. മനസ്സിലായോ? സോ ട്രെക്കിങ്ങിൽ ചെയ്തപ്പോഴായിരിക്കും എന്തോ സാഹചര്യത്താൽ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു മൃഗത്തിനെ കണ്ടത്, അല്ലെങ്കിൽ കടുവയെ കാണുന്ന ആദ്യം അത് ട്രെക്കിങ് ചെയ്യുമ്പോഴാണ്. കടുവയ്ക്ക് ഇങ്ങനത്തെ ഒരു ശബ്ദമാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമ്മൾ മനപ്പാഠമാക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മുടെ ബ്രെയിനകത്ത് മെമ്മറി എന്നല്ല, ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മെമ്മറി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വയർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ തലയിൽ. ഓക്കെ, സോ അതാണ് ആ ഒരു ആസ്പെക്ട്. സോ അവിടെയാണ് ഒരു ക്രിയേറ്റീവ് ലേണിങ്ങിൻ്റെ ഒരു പാത്ത് വരിക. പിന്നെ അവസാനമായിട്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഗ്രൂപ്പ് സ്റ്റഡി. എക്സ്പീരിയൻസ് ചിലപ്പോൾ ഒരാൾക്ക് ഒറ്റയടിക്ക് മൊത്തം വിഴുങ്ങാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ശരിയാണ്. ഇതിപ്പോൾ ഈ ഒരു പയ്യന്, നമ്മളിപ്പോൾ ബി എന്ന് പറയുന്ന പയ്യനായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഈ ബി എന്ന് പറയുന്ന പയ്യന്, ഇതിപ്പോൾ സി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിച്ചോ. ബി എന്ന് പറയുന്ന പയ്യനും സി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, സോ ഇവരുടെ രണ്ടുപേരുടെ എക്സ്പീരിയൻസ് നല്ല ഡിഫറെൻ്റാണ്. ഓക്കെ, നല്ല ഡിഫറെൻ്റ് ആയ ഈ രണ്ട് എക്സ്പീരിയൻസുകൾ, ലൈക്ക് അവരുടെ എൻവയൺമെൻറ്റ് രണ്ടുപേർക്കും യാതൊരു ബന്ധമില്ലാത്ത രണ്ടുപേരാന്ന് വിചാരിച്ചോ. അവർക്ക് ഒരേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പല മെത്തേഡുകളാണ് കൊണ്ടുവരുന്നത്. പല മെത്തേഡ് കൊണ്ടുവന്നുള്ള ഗുട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പിന്നെയും കണക്ഷൻസ് ഉണ്ടാക്കുകയാണ്. അതായത് ഇതിപ്പോൾ ഞാനൊരു മാത്സ് പ്രോബ്ലം എടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചൊന്നിരിക്കുക. മാത്സ് പ്രോബ്ലത്തിൽ x² - 7x + 12 = 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുമെന്ന് വിചാരിച്ചോ. ഇതൊക്കെ 7th-ലും 8th-ലും പഠിക്കുന്ന സാധനങ്ങളാണ്, ഹയർ അപ്പിലും പഠിക്കും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് സോൾവ് ഫോർ എക്സ് എന്ന് പറഞ്ഞിട്ട് തരികയാണ്. ഓക്കെ,
സോ ഈ ചെറുക്കനാണെങ്കിൽ ഓക്കെ നമ്മൾ സോൾവ് ചെയ്യേണ്ടത് നമുക്ക് എന്താ പറയുക, നമുക്കൊരു ഇക്വേഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മുടെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു -b ± √b² - 4ac/2a വേറെ ഇങ്ങനെ പാട്ട് പോലെ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. സോ അവനാണ് എന്ത് ചെയ്യും, -7 ± √7² - 48. 4ac എന്ന് പറയുന്നത് 12 × 4 48ആണ്. 48 / 2 × a എന്ന് പറയുന്ന 1 വിച്ച് ഇസ് ഈക്വൽ ടു 3ഉം 4ഉം എന്ന് കിട്ടുമെന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ പെങ്കൊച്ച് പറയാ ഇത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യമുണ്ടോ? ഇത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതായത് x² - 7x + 12 = 0 എന്ന് പറയുന്ന ഈ ക്വസ്റ്റിന് എന്തുകൊണ്ട് x² - 3x - 4x + 12 = 0 എന്ന് സ്പ്ലിറ്റ് ആക്കിക്കൂടാ? ഹോൾ നമ്പേഴ്സ് ആണ്, സ്പ്ലിറ്റ് ആക്കിക്കൂടെ എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇത് കറങ്ങിത്തിരിഞ്ഞ് റീഗ്രൂപ്പ് ചെയ്യുമ്പോൾ x - 3 × x - 4 = 0 എന്ന് കിട്ടും. ഇത് സ്പീഡാണ്, ഇത് ഭയങ്കര സ്പീഡ് നമുക്ക് ആൻസർ കിട്ടാൻ സാധനം. ചിലവരാണ് ഈ പാറ്റേൺ ആണെങ്കിൽ കുറേ കണ്ടിട്ട് തലയിൽ ഒറ്റടിക്ക് ഇത് 3ഉം 4ഉം ആൻസർ എന്ന് പറയുന്നവരും ഉണ്ട്. 11th അല്ലെ 12th പഠിക്കുന്ന പഠിക്കുന്ന പിള്ളേർക്ക് കുറേ പേർക്ക് അറിയാമായിരിക്കാം. ഇത് സാറെന്ന് പറയുന്നത് 7x - 7x + 12 എന്ന് പറയുന്ന സാധനം ഒറ്റടി കിട്ടുന്ന സാധനമാണല്ലോ എന്നുള്ള കാര്യം കത്തും. ഇത് 3ഉം 4ഉം എന്നുള്ള കാര്യം മനസ്സിലാവും. അതായത് പാറ്റേൺ അത്രയും കണ്ട്. ഓക്കെ, സോ ഈ കുട്ടി ആണ് ഇത് നോക്കിയിട്ട് ഇങ്ങനെയും സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ എന്ന് പറയുന്നത് പിന്നെയും കണക്ഷൻ ഉണ്ടാക്കുക. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഗെയിൻ ചെയ്യുന്നതിലൂടെ നമ്മൾ പിന്നെയും പലതരം കണക്ഷൻസ് ഉണ്ടാക്കുകയാണ്. അതിലാണ് ലേണിങ്ങിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഈ ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ ചെയ്യുമ്പോൾ ഒരേപോലെ ചിന്തിക്കാത്ത ആൾക്കാർ 5 പേരെ ഒന്നിച്ച് വെച്ചാൽ നമുക്ക് പല സാധനങ്ങൾ കിട്ടും, പല പേഴ്സ്പെക്റ്റീവുകൾ, പല സൊല്യൂഷൻസ് ഒക്കെ കിട്ടും. ഓക്കെ, അതാണ് നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സോ ഇതുവരെ ഉള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷോർട്ടായിട്ട് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു തരാം. അതായത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, പലതരം എക്സ്പീരിയൻസുകൾ ഗ്യാദർ ചെയ്ത് അതെങ്ങനെ നമ്മളൊരു പുതിയൊരു പ്രോബ്ലം വരുമ്പോൾ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് ഒരു കാര്യം എങ്ങനെ ജനറേറ്റ് ചെയ്യാം. അത് നല്ല സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാതെ നല്ല കാര്യങ്ങൾ കിട്ടൂല. ഓക്കെ, അതാണ് ക്രിയേറ്റിവിറ്റിയുടെ കാര്യം. സോ പിന്നെ ഓരോ പ്രോബ്ലംസ് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി പല മെത്തേഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് മെമ്മറി ബേസ്ഡ് ആണ്. അതാണ് കുറേ പേര് അതിനകത്താണ് വരുന്നത്. സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് മെമ്മറി എൻഹാൻസ്മെൻ്റ് ആണ്. അതായത് ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ ഓരോരോ എലമെന്റ് ചിലപ്പോൾ എംഫസൈസ് ചെയ്യും. ഇത് ആക്ഷൻ ആണ്, ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. ആക്ഷൻ ഈക്വൽ, ഓപ്പോസിറ്റ് കാണാൻ പഠിക്കും. ഓക്കെ, ഡൺ. മൂന്നാമതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ച് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. അതാണ് കുറേ പിള്ളേർ ചെയ്ത് പഠിക്കേണ്ടതും ടീച്ചർമാർ എൻകറേജ് ചെയ്യേണ്ടതും. ഓക്കെ, അത് പൊട്ട ക്വസ്റ്റ്യൻ ആയാലും കുഴപ്പമില്ല, ഓടിപ്പോയി ചോദിക്കുന്നതിലൂടെ ഗുണം മാത്രമേ ഉള്ളൂ, ദോഷം വരില്ല. പക്ഷെ അഹങ്കരിച്ച് ചോദിക്കരുത്. ഒബ്വിയസ്ലി ലേണിംഗ് ചെയ്യണം, എനിക്ക് അറിയണം, ക്യൂരിയോസിറ്റി എന്നുള്ള രീതി വേണം ചോദിക്കാൻ. ഒബ്വിയസ്ലി ഫോർത്ത് എന്ന് പറയുന്നതാണ് ക്രിയേറ്റീവായിട്ട് ഉള്ള ലേണിംഗ്. ക്രിയേറ്റീവായിട്ടുള്ള ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വേറെ എക്സ്പീരിയൻസുകൾ എന്ത് ചെയ്യുക, ഇതായിട്ട് കണക്ട് ചെയ്യുക. ഇത് ചെറിയ പ്രായത്തിലേ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് അല്ല അതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. കാരണം ഒരു പ്രായത്തിന് പരിധി കഴിഞ്ഞാൽ പാറ്റേൺസ് വിഴുങ്ങാനുള്ള ആ ഒരു ടെൻഡൻസി കുറവാണ്. എന്താ ലേണിങ്ങുമായിട്ട് ചിലപ്പോൾ ഹേർഡിലാകാനുള്ള കുറേ ചാൻസസ് കാണാറുണ്ട്. ഓക്കെ, സോ അത് ഫൗണ്ടേഷനിലേ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുട്ടൻസ് വരും. ഓക്കെ, അതാണ് ഇപ്പോൾ. പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുക. സോ പ്ലീസ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക മാത്രം ചെയ്യരുത്. പഠിക്കണം, ഒബ്വിയസ്ലി പഠിക്കുക, അല്ലാതെ എന്ത് ചെയ്യുക, പലതരം എക്സ്പീരിയൻസുകൾ ഗ്യാദർ ചെയ്യുക. ചിലപ്പോൾ പിന്നെ പലതരം ചുമ്മാതെ വേസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമല്ല, ക്വാളിറ്റി ആയിട്ടുള്ള അത്യാവശ്യം വേരിയിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ചെയ്യുമ്പോഴാണ് അതിനനുസരിച്ചുള്ള ഗുട്ടൻസ് വരിക. ഇതിപ്പോൾ
എല്ലാ ദിവസവും ബുക്ക് പഠിക്കുന്നതിന് പകരം ഒരു ദിവസവും അല്ലെങ്കിൽ കുറച്ച് ദിവസം 1 2 3 ദിവസം എന്ത് ചെയ്യുക, ഒരു നല്ലൊരു ഗെയിമിന് വേണ്ടി കളിക്കുക. അതൊരു എക്സാമ്പിളാണ്. പിന്നെ ഒരു ദിവസം ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ഒരു ട്രിപ്പിന് പോവുക, പിന്നെ ഒരു ദിവസം കൂട്ടുകാരുടെ കൂടെ വേറെ എവിടെയെങ്കിലും പോവുക, എന്തെങ്കിലും ചെയ്യുക. അല്ല ചിലപ്പോൾ ഉമ്മയുടെ കൂടെ കിച്ചണിൽ കുക്ക് ചെയ്യാൻ സഹായിക്കുക, അല്ലെ വാപ്പായുടെ കൂടെ ഒരു സാധനം ഫിക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക, അല്ല വാപ്പായുടെ കൂടെ ഒരു ദിവസം ഓഫീസിലൊക്കെ പോവുക കൂടെ. ഇതൊക്കെ ഓരോരോ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ ഓരോ എക്സ്പീരിയൻസിലൂടെ അതിൻ്റെതായ കണക്ഷൻസ് കൊണ്ടുവന്ന് ലാസ്റ്റ് ലേണിങ്ങിൻ്റെ പീക്കിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, സോ താങ്ക് യു എവരി വൺ. ഓക്കെ, ബൈ.